ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഇന്ന് മാർച്ച് 20 ലോക സന്തോഷ ദിനമായി ആചരിക്കുകയാണ്. ഭൗതിക ജീവിതത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് സന്തോഷം എന്നുള്ളത്. എന്നാൽ ആത്മീയതയുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഫലവുമാണ് ആനന്ദം എന്നുള്ളത്. സന്തോഷിക്കുവാൻ പ്രത്യേകിച്ച് കാരണങ്ങളുണ്ടാവണം. ആനന്ദത്തിന് യാതൊരു കാരണവുമില്ലാതെ നമ്മുടെ ഉള്ളിൽ നിന്ന് ആനന്ദം ബഹിർഗമിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോഴാണതൊരു ആത്മീയ തലത്തിലെ ഉണർവായി, അതിലെ ഏറ്റവും ആഴത്തിലുള്ള റിസൾട്ടായി അനുഭവിക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഭൗതിക ജീവിതത്തിൽ നാം ഇന്ന് ഓരോരുത്തരും സന്തോഷിക്കുവാൻ പ്രത്യേകിച്ച് ദിവസത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അത് മാർച്ച് 20 ആവണമെന്നോ 21 ആവണോ, അങ്ങനെ പ്രത്യേകിച്ച് ദിവസത്തിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല. പക്ഷേ സന്തോഷിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ കാരണങ്ങളുണ്ടാവണം. കാരണം അത് ഭൗതികമായി മാത്രം ലഭിക്കുന്നതാണ്, താൽക്കാലികമാണ്. സന്തോഷം എപ്പോഴും അനന്തമായോ നിതാന്തമായോ നിലനിൽക്കുന്നതല്ല. സന്തോഷം താൽക്കാലികമാണ്. അപ്പോൾ അതിൻ്റെ ഘടകം, അതിൻ്റെ പ്രധാന കാരണം ചെറിയ 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 വിജയങ്ങൾ തൊട്ട് വലിയ വിജയങ്ങൾ വരെയാണ് നമ്മളെ സന്തോഷിപ്പിക്കുന്നത്. ആ സന്തോഷമാണ് നമ്മുടെ ഈ ജീവിതയാത്രയിൽ രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പം മുതൽ വൈകിട്ട് കിടന്നുറങ്ങുന്നത് വരെ നമ്മളെ മുന്നോട്ടേക്ക് നയിക്കുവാൻ പ്രേരക ശക്തിയായി മാറുന്നത് ഈ ചെറിയ ചെറിയ വിജയങ്ങൾ നൽകുന്ന സന്തോഷങ്ങളാണ്. ആ സന്തോഷത്തിനെ നമുക്ക് നിലനിർത്തുവാനും വളർത്തുവാനും, അത് ഭവനത്തിലാണെങ്കിലും അത് സുഹൃത്ത് വലയങ്ങളിലാണെങ്കിലും ഓഫീസുകളിലാണെങ്കിലും, നിങ്ങൾ സമൂഹത്തിൽ എവിടെ ചേരുന്നു, എവിടെ പങ്കാളികളാവുന്നു, അവിടെയെല്ലാം നിങ്ങൾക്കത് സാധിക്കുന്നതാണ്. അതിൻ്റെ കാരണം ഈ വിജയങ്ങൾ, നിങ്ങളുടെ എന്താണോ ചെറിയ ചെറിയ വിജയങ്ങൾ, അറിവുകളാട്ടെ, കഴിവുകളാട്ടെ, നേട്ടങ്ങളാട്ടെ, എന്തു തന്നെ ആയിക്കോട്ടെ, അതിനെ പങ്കുവയ്ക്കുന്നതിലൂടെയാണ് സന്തോഷം ലഭിക്കുക. ഇപ്പോൾ ഈ ഗ്രൂപ്പ് പോലും നോക്കുക. ഈ ഗ്രൂപ്പിൽ നമ്മൾ പരസ്പരം പങ്കുവെക്കലിലൂടെയാണ് സന്തോഷം നേടിയെടുക്കേണ്ടത്. അത് ആശംസകളാകാം, അഭിനന്ദനങ്ങളാകാം, അനുഗ്രഹങ്ങളാകാം. ഒരു ജീവിതത്തിൽ നമുക്ക് നേട്ടങ്ങളെ പങ്കുവയ്ക്കുവാൻ ഏറ്റവും അധികം സഹായിക്കുന്ന ഒരു ഘടകമാണല്ലോ ഇപ്പോൾ ഈ പറയുന്ന വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴി നമുക്ക് എല്ലാവർക്കും അനുഭവമുള്ള കാര്യമാണ്. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും സന്തോഷിക്കുവാനായി നിങ്ങൾ ഓരോ കാരണങ്ങൾ കണ്ടെത്തുക, സന്തോഷിപ്പിക്കുവാനായി അവയെ പങ്കുവയ്ക്കുക. നിങ്ങളുടെ വീട്ടിൽ തന്നെയാണെങ്കിലും എങ്ങനെയാണ് ഒരു വീട്ടമ്മ അതിനെ വിജയമായി കാണുന്നത്? അവർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു വീട്ടമ്മയ്ക്ക് അതിനെ എങ്ങനെ വിജയമായി കാണാൻ പറ്റും? അവർ രാവിലെ ഭക്ഷണം പാകം ചെയ്യുന്നു, അത് അവരുടെ കഴിവാണ്, അവരുടെ അറിവാണ്, അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ആ ഭക്ഷണം പാകം ചെയ്ത് അവർ വിജയിച്ചു എന്ന് അവർക്ക് ഫീൽ വരണമെങ്കിൽ അത് കഴിക്കുന്ന ഓരോരുത്തരും വളരെ നല്ല ഭക്ഷണമായിരുന്നു, നന്നായിട്ടുണ്ട്, നല്ല രുചിയായിട്ടുണ്ട് എന്ന് അവരെ ഒന്ന് പ്രശംസിക്കുകയാണെങ്കിൽ അതാണ് അവരെ സക്സസ് ആണ്, ഹാപ്പിനെസ്സിലേക്ക് നയിക്കുന്നത്. ഈ സന്തോഷങ്ങളാണ് സമാധാനത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും എല്ലാവരിലെയും വിജയങ്ങളെ കണ്ടെത്തുവാനും, ആ വിജയങ്ങളെ ഒന്ന് പ്രശംസിക്കുവാനും, പ്രചോദിപ്പിക്കുവാനും, ആശംസകൾ കൊടുക്കുവാനും, അനുഗ്രഹങ്ങൾ കൊടുക്കുവാനും, സമ്മാനങ്ങൾ നൽകുവാനും ഒക്കെയായി നിങ്ങൾ ഓരോരുത്തരും തയ്യാറാവട്ടെ. അപ്പോൾ ഇന്നത്തെ ഈ സന്തോഷ ദിനത്തിന് നമുക്കേവർക്കും ഒരിക്കൽ കൂടി ആഘോഷപൂർവ്വം പങ്കുവെച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകാം. എല്ലാവർക്കും നന്ദി. ഞാൻ പ്രദീപ് K99, നിങ്ങളുടെ സ്വന്തം സുഹൃത്ത്.